ചേന്നമംഗലം കൂട്ടക്കൊലപാതക കേസിൽ കുറ്റപത്രം ഈ മാസം 15-ന് സമർപ്പിക്കും. കൊലപാതകം നടന്ന് 30-ാം ദിവസമാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. ലഹരിക്ക് അടിമയായ ഋതുരാജാണ് ഒരു കുടുംബത്തിലെ 3 പേരെ കൊലപ്പെടുത്തിയത്. വിവരങ്ങളുമായി ബീന റാണി ചേരുകയാണ്. ബീന, നാടിനെ ഒന്നാകെ ഞെട്ടിച്ച സംഭവമാണ് 3 പേരുടെ കൂട്ടക്കൊല. അതും വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ, അയൽവാസികൾ എന്ന നിലയിലുണ്ടായ വൈരാഗ്യത്തിന്റെ പേരിൽ ഈ കൂട്ടക്കൊല നടന്നു. എന്താണ് കുറ്റപത്രത്തിൽ പറയുന്നത്? നീലിമ, ചേന്നമംഗലത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ തലക്കടിച്ചു കൊലപ്പെടുത്തിയെന്ന കേസിലാണ് ഇപ്പോൾ ഋതു ജയനെ പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിക്കുന്നത്. കുറ്റം നടന്ന ഏതാണ്ട് 4 ആഴ്ചയ്ക്കുള്ളിലാണ് ഇപ്പോൾ ഈ കുറ്റപത്രം സമർപ്പിക്കുന്നത്. കഴിഞ്ഞ ജനുവരി 18-നാണ് ചേന്നമംഗലത്ത് ഇത്തരത്തിൽ വലിയ ഒരു നാടിനെ തന്നെ നടുക്കിയ വലിയൊരു കൂട്ടക്കൊല നടക്കുന്നത്. പേരേപ്പാടം കാട്ടിപ്പറമ്പിൽ വീട്ടില് വേണു, ഭാര്യ ഉഷ, മകൾ വിനീഷ എന്നിവർ കൊല്ലപ്പെട്ടു. ഒപ്പം തന്നെ വിനീഷയുടെ ഭർത്താവ് ജിതിന് സാരമായ പരിക്കേറ്റ് ആശുപത്രിയിലാകുകയും ചെയ്തു. എന്തായാലും കൊലപാതകത്തിന് പിന്നാലെ തന്നെ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. അന്വേഷണം കാര്യക്ഷമമായി തന്നെ നടന്നുവെന്ന് വേണം കരുതാൻ. ആക്രമണം നടന്ന സമയത്ത് ഇയാൾ മദ്യമോ ലഹരിയോ ഉപയോഗിച്ചിരുന്നില്ലെന്ന് വൈദ്യപരിശോധനയിൽ തെളിഞ്ഞിരുന്നു. ഒപ്പം തന്നെ മാനസികമായും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തിയല്ല ഇയാളെന്നും പരിശോധനയിൽ വ്യക്തമായിരുന്നു. അതോടൊപ്പം തന്നെ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ജിത്തിന്റെ മൊഴിയെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കെയാണ് ഇപ്പോൾ ഈ മാസം 15-ന് പോലീസ് കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് അന്വേഷണം കാര്യക്ഷമമായി കേസ് അന്വേഷണത്തിന് സ്പെഷ്യൽ ടീമിനെ തന്നെ രൂപവൽക്കരിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോയത്. അന്വേഷണ സംഘത്തിൽ സയന്റിഫിക് സൈബർ വിദഗ്ധർ ഉൾപ്പെടെ 17 പേരുണ്ടായിരുന്നു. യാതൊരു പഴുതടച്ച കുറ്റപത്രമാണ് സമർപ്പിക്കാൻ ഒരുങ്ങുന്നതെന്ന് ആലുവ റൂറൽ SP വൈഭവ് സക്സേന നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പരമാവധി ശിക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും കൈക്കൊണ്ടിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഈ മാസം 15-നാണ് നാടിനെ നടുക്കിയ ഒരു കൂട്ടക്കൊല കേസിൽ ഈ മാസം 15-ന് പോലീസ് കുറ്റപത്രം സമർപ്പിക്കും. വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്ന് ബീന റാണി പങ്കുവച്ചത്.